അപ്പോൾ ഗൈസ് നമുക്ക് കൈതച്ചാമുണ്ടിൻ്റെ തറ ഉണ്ടാവില്ല അടുത്ത്. അപ്പോൾ നമ്മൾ ഫുൾ കട്ട വെയിറ്റിംഗ്. എന്ന് വെച്ചാൽ പൊതിത്തറ കഴിഞ്ഞ വാട കൈതച്ചാമുണ്ടിൻ്റെ തറ ഫസ്റ്റ് തന്നെ വന്ന് സീറ്റെല്ലാം പിടിച്ച് നമ്മൾ ഇരുന്ന് ഈ തിരക്ക് കണ്ട അമ്മാരി തിരക്ക് ഒന്നും തള്ളല്ല. നമ്മൾ മതിലും വരെല്ലാം ഇരുന്നിട്ടില്ല, ഒന്നും പറയണ്ട. അമ്മാരി തിരക്കെന്ന് വെച്ചാൽ ഞാൻ തിരക്ക് ഇതിൻ്റെ ഇടക്ക് കൈതച്ചാമുണ്ടി മുന്നിലോട്ട് പായുന്ന വരെ എന്താ പറയുക ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നില്ലേ നമുക്കത്. ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇതെപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞിട്ട് മുന്നിലോട്ട് പോയത് വരെ ഞാനൊരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇത് അറിയുന്നത് തന്നെ. പിന്നെ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് ഇത് എത്ര ആളെ ഫോണും കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈതച്ചാമുണ്ടി ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മാരി തിരക്കും കാര്യങ്ങളല്ലേനും ആടെ. അങ്ങനെ നമ്മൾ കൈതച്ചാമുണ്ടി ഇറങ്ങി ഗൈസ്. ഇറങ്ങിയതാ മുന്നിലോട്ട് പായുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ട ഈ ഒരു പായ്ച്ച ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്ന തന്നെ വന്നത്. അപ്പോൾ ഗൈസ് പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് പേടിയിൻ്റെ സത്യം പറഞ്ഞിട്ട് എല്ലാ ദൈവത്തിനെക്കാട്ടും കൂടുതൽ പേടിയില്ല ദൈവം എനിക്കിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്താറ്റം പെട്ടോ എന്നാ എന്നാ പറയാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം ദൂരത്ത് മാറി നിന്നിട്ടേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം പോയിട്ട് കണ്ടു നോക്ക്. കൈതച്ചാമുണ്ടി അങ്ങനെ കൈത വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പം വാളെല്ലാം എടുത്ത് പോകുന്നുണ്ട്. സത്യം പറയട്ടെ നമുക്ക് ഭയങ്കര പേടിയാവും അടുത്ത് നിൽക്കാൻ തന്നെ. ഞങ്ങൾ നിന്നതിൻ്റെ സൈഡിലോട്ടേ കൈതച്ചാമുണ്ടി ഇറങ്ങിപ്പോകും. അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ഫ്രണ്ടിലോട്ടേ കയറി വരാം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ മുന്നിലോട്ടല്ല പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഗൈസ് നമ്മളെ മുന്നിലോട്ട് ഇങ്ങനെ പാഞ്ഞു പോയി. ഇപ്പം നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ തിരിയും. കണ്ടാ നമുക്ക് കാണുമ്പോൾ പോയിട്ട് അടുത്ത് നിൽക്കുമ്പം വരെ നമുക്ക് പേടിയാവും. അങ്ങനെയാണ്. അപ്പം കൈതച്ചാമുണ്ടി അങ്ങനെ കൈതയെല്ലാം വെട്ടിയിട്ട് വന്ന് ഈ സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എന്നാണ് പറയൽ എല്ലാവരും. അതങ്ങനെ തന്നെയാണ്. ഭയങ്കര ദേഷ്യവും എന്താ രൗദ്രഭാവം എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് കൈതച്ചാമുണ്ടി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതെല്ലാം കണ്ടിരുന്നു. അപ്പം നിങ്ങളും കുറച്ച് ഇതിൻ്റെ വീഡിയോസ് എല്ലാം പോയി കണ്ടോക്ക്. അപ്പോൾ ഗൈസ് അവസാനം കൈതച്ചാമുണ്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്താ വെച്ചാൽ എല്ലാ ദൈവത്തിനെയും പോലെ ദക്ഷിണയ്ക്ക് ഇരിക്കലൊന്നുമില്ല. നമ്മൾ ഫുൾ ദക്ഷിണ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇതേപോലെ ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളിൽ കൊണ്ടുപോയിട്ട് ഇടുക, ഓർ വാങ്ങിയിട്ട് പോവുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ തെയ്യെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും, ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.